ഹായ്, നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2019 സിലബസ് പ്രകാരമുള്ള തേർഡ് സെമസ്റ്ററിന്റെ 4th മൊഡ്യൂൾ, മെയിനായിട്ട് ജോമെട്രി ഓഫ് സ്പേസ്, അതേപോലെ തന്നെ 2014 സിലബസ് പ്രകാരമുള്ള 4th സെമസ്റ്ററിന്റെ 4th മൊഡ്യൂൾ സിലബസ് ഏകദേശം സെയിം ആണ്. അപ്പൊ ആ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ടാൻ കാൽക്കുലസ് എന്ന് പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അരമണിക്കൂർ ദൈർഘ്യമുള്ള ലെക്ചേഴ്സ് ആയിരിക്കും. പക്ഷെ ഈ വീഡിയോസ് കാണാനിരിക്കുമ്പോൾ 1.5 hour സ്പെയർ ചെയ്യാവുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഇതിൽ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് തന്നെയാണ്. അപ്പൊ അത് നോട്ടിൽ ചെയ്തെടുത്ത് ഇതിൽ പറയുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാനുള്ള വില്ലിങ്നെസ്സോടുകൂടി വേണം ഈ വീഡിയോ കാണാൻ. So let us start. First topic is lines in space. ലൈൻസ് ഇൻ സ്പേസിൽ ഡീൽ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ 3 dimensional എങ്ങനെ എഴുതാം, എന്താണ് മിനിമം റിക്വയർമെന്റ്സ്, ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി അങ്ങനെ 2 ലൈൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലൈൻസ് പാരലൽ ആയിരിക്കോ, ഇന്റർസെക്ട് ചെയ്യോ, സ്ക്യൂ ലൈൻസ് ആകോ, ഇതെങ്ങനെ ചെക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ ഡീൽ ചെയ്യുന്നത്. സോ ലൈനിന്റെ ഇക്വേഷൻ മിനിമം നമുക്ക് വേണ്ടത് അതിലൊരു പോയിന്റ് 3 dimension ആണ്. കോർഡിനേറ്റ്സ് ആക്സിസ് അത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു x0, y0, z0. മിനിമം വേണ്ടത് ഒരു പോയിന്റ് അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടറോ അല്ലെങ്കിൽ ആ വെക്ടറിന്റെ കോമ്പണൻസ് ആയിട്ട് പറയാവുന്ന ഡയറക്ഷൻ വെക്ടേഴ്സ് ആണ്. So if ABC are the direction vectors, AI plus BJ plus CK is a vector along the straight line. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ x, y, z എടുത്താൽ ഇത് രണ്ടുകൂടെ മൈനസ് ചെയ്താൽ അതായത് x minus x0 into y minus y0 into j, z minus z0 into k. ഇതും ഇതേ ഡയറക്ഷനിലെ വെക്ടർ ആയിട്ട്. അപ്പൊ ഒരേ ഡയറക്ഷനിലെ 2 വെക്ടേഴ്സ് വരുന്നു. ദാറ്റ് മീൻസ് ദേ ആർ കൊളീനിയർ. കൊളീനിയർ ആണ് ഒന്ന് മറ്റേ മൾട്ടിപ്പിൾ ആവും, അല്ലെങ്കിൽ കോമ്പണൻസിന്റെ റേഷ്യോ സെയിം ആയി. അങ്ങനെ എടുത്ത് നമുക്ക് ഇവിടെ ഇക്വേഷൻ കിട്ടും. x minus x0 by a is equal to y minus y0 by b is equal to z minus z0 by c. So this is the equation of a straight line passing through the point x0, y0, z0 and parallel to the vector ai plus bj plus ck. ഇത് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ അല്ലെങ്കിൽ സിമെട്രിക് ഇക്വേഷൻ എന്നത് വിളിക്കും. ഇനിയിപ്പോ ഈ 3 റേഷ്യോസും ഈക്വൽ ആണ്. ഈക്വൽ ടു എ വേരിയബിൾ t എന്ന് എടുത്താൽ x minus x0 by a equal to t വരും. So x is equal to x0 plus at എന്നത്. അതേപോലെ y is equal to y0 plus bt എന്നത്. z is equal to z0 plus ct എന്നുള്ളത്. കാരണം മൂന്നാമത്തെ ഇക്വേഷൻ ഈക്വൽ ടു t, അല്ലെങ്കിൽ മൂന്നാമത്തെ റേഷ്യോ is equal to t. അതായത് x, y, z ഇതിൽ ആർബിട്രറി പോയിന്റ്. അപ്പൊ ഏത് പോയിന്റ് x, y, z എടുത്താലും അത് x0 plus at, x0 നമുക്ക് അറിയുന്നതായിരിക്കും, a അറിയുന്നതായിരിക്കും. ഇവിടെ വേരിയബിൾ t മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഒരു സിംഗിൾ വേരിയബിളിന്റെ ടേംസിൽ ഓരോ പോയിന്റിനെയും x കോർഡിനേറ്റിനെയും y കോർഡിനേറ്റിനെയും z കോർഡിനേറ്റിനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ആണ് വിളിക്കുന്നത്. t is a parameter. ടിയുടെ ഓരോരോ വാല്യൂസിന് നമുക്ക് ഇതിൽ ഓരോരോ പോയിന്റ്സ് കിട്ടും. t equal to 0 ആകുമ്പോൾ കിട്ടുന്നതാണ് x0, y0, z0 എന്ന് പറഞ്ഞ പോയിന്റ്.
ഞാൻ രണ്ട് ഇക്വേഷൻസ് അവിടെ ഡീൽ ചെയ്തു. ഒന്ന് സിമെട്രിക് ഇക്വേഷൻ, രണ്ടാമത് പാരാമെട്രിക് ഇക്വേഷൻ. ഈ പാരാമെട്രിക് ഇക്വേഷനിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ ആദ്യം മിനിമം കണ്ടീഷൻ പറഞ്ഞു, ഒരു പോയിന്റ് വേണം, ഡയറക്ഷൻ. ഇപ്പൊ വന്ന അവസാനം പറഞ്ഞ കാര്യം, പോയിന്റും ഡയറക്ഷനും കിട്ടിയാൽ അതിലെല്ലാ പോയിന്റ്സും നമുക്ക് കാണാം ഏത് ഫോമിലായിരിക്കും. പോയിന്റ്സ് ഒക്കെ x0 plus at, y0 plus bt and z0 plus ct എന്നുള്ള ഫോമിലായിരിക്കും. ഇനി നമുക്ക് നോക്കാം, രണ്ട് ലൈൻസ് എപ്പോഴാണ് പാരലൽ ആവുക, എപ്പോഴാണ് ഇന്റർസെക്ട് ചെയ്യുക, എപ്പോഴാണ് സ്ക്യൂ ലൈൻസ് ആണ്. ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ രണ്ട് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്നു. പാരലൽ, ഇന്റർസെക്ടിങ്, സ്ക്യൂ ലൈൻസ്, മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സപ്പോസ് ആദ്യത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ തരുന്ന കോൺസ്റ്റന്റ് ആണ് a1 b1 സ്ക്വയർ, അടുത്തത് a2 b2 c2. അങ്ങനെ വരുമ്പോൾ a1i plus b1j plus c1k ഈ ഡയറക്ഷനിൽ ഒരു വെക്ടറായി, a2i plus b2j plus c2k ഈ ഡയറക്ഷനിൽ വെക്ടറായി. ലൈൻസ് പാരലൽ ആവണമെങ്കിൽ a1 by a2 equal to b1 by b2 equal to c1 by c2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതായത് ഈ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആയിരിക്കണം, ഒന്ന് മറ്റേ മൾട്ടിപ്പിൾ ആയിരിക്കണം, കോമ്പണൻസിന്റെ റേഷ്യോ സെയിം ആയിരിക്കണം. ഇനി അഥവാ ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയാൽ ഇത് ഞാൻ പെർപെൻഡിക്കുലർ. ഇനി ഇവന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ കാണണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ റിലേഷൻ cos θ is equal to dot product divided by product of magnitudes. അതായത് a1 a2 plus b1 b2 plus c1 c2 divided by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square നമുക്ക് ഉപയോഗിക്കാം. പാരലലിന്റെ കേസ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് ഇന്റർസെക്ടിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമ്മൾ 2 ഡയമെൻഷനിൽ സാധാരണ രണ്ട് ലൈൻസ് പറയുന്ന സമയത്ത് ഒന്നുകിൽ ദേ ആർ പാരലൽ അല്ലെങ്കിൽ ദേ വിൽ ഇന്റർസെക്ട്. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. 3 ഡയമെൻഷനിൽ രണ്ട് ലൈൻസ് പറയുന്ന സമയത്ത് രണ്ടല്ല 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ദേ ആർ പാരലൽ, ഇങ്ങനെ വരാം, ഇന്റർസെക്ട് ചെയ്യാം, ഇങ്ങനെ വരാം. സോ നോൺ പാരലൽ, നോൺ ഇന്റർസെക്ടിങ്, അങ്ങനെയുള്ള ലൈൻസിനാണ് സ്ക്യൂ ലൈൻസ് വിളിക്കുന്നത്. നമ്മുടെ ലൈൻസ് ഇന്റർസെക്ടിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സപ്പോസ് ഇത് രണ്ടോടെ ലൈൻസ് വിചാരിക്കാം, രണ്ടിന്റെയും പാരാമെട്രിക് ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്റർസെക്ടിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, സപ്പോസ് ഇന്റർസെക്ട് ചെയ്യുന്നു അറ്റ് എ പോയിന്റ് പി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പി എന്നുള്ളത് ഈ ലൈനിലെ പോയിന്റ് ആയതുകൊണ്ട് ഏതോ ഒരു പെർട്ടിക്കുലർ കേക്ക് ഈ പാറ്റേണിൽ വരണം. അതേപോലെ പി എന്ന് പറഞ്ഞ പോയിന്റ് രണ്ടാമത്തെ ലൈനിലെ പോയിന്റ് ആയതുകൊണ്ട് ഏതോ ഒരു പെർട്ടിക്കുലർ ലാംഡയ്ക്ക്, ലാംഡ എന്ന പാരാമീറ്റർ ഏതോ ഒരു പെർട്ടിക്കുലർ ലാംഡയ്ക്ക് ഈ പാറ്റേണിൽ വരണം. പക്ഷെ രണ്ടും ഒരേ പോയിന്റ് ആയിട്ട് വരുമ്പോൾ കോർഡിനേറ്റ്സ് എല്ലാം സെയിം ആയിട്ട് വരണം. അപ്പൊ x0 plus a1t x1 plus a2 ലാംഡയ്ക്ക് സെയിം ആവും, ഈക്വൽ ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റ് സെയിം ആണ് രണ്ടാമത്തെ ഇക്വേഷൻ, തേർഡ് കോർഡിനേറ്റ് സെയിം ആണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഈ മൂന്ന് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും ദ പോയിന്റ് പി. അപ്പൊ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ടിയുടെയും ലാംഡയുടെയും വാല്യൂസ് നമുക്ക് കിട്ടും. ആ ടിയുടെയും ലാംഡയുടെയും വാല്യൂസ് മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ലൈൻസ് ഇന്റർസെക്ട് ചെയ്യും. ടിയുടെയും ലാംഡയുടെയും വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ ഇതിൽ കൊടുത്താലും ലാംഡയുടെ വാല്യൂ ഇതിൽ കൊടുത്താലും നമുക്ക് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും the point of intersection. ഇനി അഥവാ ടിയുടെയും ലാംഡയുടെയും വാല്യൂ മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യില്ല. So that means the lines are
നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ്, അങ്ങനെയുള്ള ലൈൻസ് നമ്മൾ വിളിക്കും സ്ക്യൂ ലൈൻസ്. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം ഈ ലൈൻസ് ഇൻ സ്പേസിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഒന്ന് parametric equation, the parametric equation of the line passing through the point x0, y0, z0 and parallel to the vector ai plus bj plus ck. പറഞ്ഞ പ്രകാരം മിനിമം റിക്വയർമെന്റ്സ് ഒരു പോയിന്റും പിന്നെ പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനുമാണ്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇക്വേഷൻസ് എഴുതാം. അതിൽ അത്യാവശ്യം വേണ്ട രണ്ട് ഇക്വേഷൻസ്, ഒന്ന് പാരാമെട്രിക് ഇക്വേഷൻ x is equal to x0 plus at, y equal to y0 plus bt, z equal to z0 plus ct. അപ്പോൾ ഏത് പോയിന്റിനെയും നമുക്ക് ഈ ഫോമിൽ ടിയുടെ ഡിഫറെൻറ്റ് വാല്യൂസിന് നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ ഏത് പോയിന്റും കാണാം ബൈ ദ പാരാമെട്രിക് ഇക്വേഷൻ. സെക്കൻഡ്, സിമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഓർ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അതേപോലെ തന്നെ പോയിന്റ് x0, y0, z0 ആൻഡ് പാരലൽ ടു ദ വെക്ടർ ai plus bj plus ck ആണെങ്കിൽ the equation is x minus x0 by a equal to y minus y0 by b equal to z minus z0 by c. 3-dimensional space വരുമ്പോൾ മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട്. നോൺ പാരലൽ, പാരലൽ വരാം, ഇന്റർസെക്റ്റിംഗ് വരാം, പാരലലും അല്ല ഇന്റർസെക്റ്റിംഗും അല്ലാത്ത രീതിയിൽ ലൈൻസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള ലൈൻസ് നമ്മൾ സ്ക്യൂ ലൈൻസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് എക്സാമ്പിൾസ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. Example 1 നോക്കാം. Find the parametric equation of the line passing through the point -2, 1, 3 and parallel to the vector. നമുക്കറിയാവുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണമെങ്കിൽ അതിലൊരു പോയിന്റ് വേണം, അത് -2, 1, 3 ആണ്. ആൻഡ് പാരലൽ ആയിട്ടുള്ള വെക്ടർ വേണം. പാരലൽ ആയിട്ടുള്ള വെക്ടർ ഇവിടെ 1i പ്ലസ് 2j മൈനസ് k ആണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് 1, 2, -1 ആണ്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. പാരാമെട്രിക് ഇക്വേഷന്റെ ഫോം x is equal to x0 plus at, y is equal to y0 plus bt, z is equal to z0 plus ct. അപ്പോൾ ഇവിടെയാണെങ്കിൽ x is equal to x0 എന്ന് പറഞ്ഞാൽ -2i, so -2 plus 1t, and y is equal to y0, that is 1 plus 2b യുടെ വാല്യൂ 2i, 2t, and z is equal to z0, that is 3 minus t. This is the parametric equation of the straight line. Example 2. Find the parametric and symmetric equation for the line L passing through the points. ഇപ്പോൾ രണ്ട് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞ ലൈൻ, സോറി, ഒരു L എന്ന് പറയുന്ന ലൈനിൽ 2 points P, that is -3, 3, 2, and second point is 2, -1, 4. ലൈനിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ എഴുതാൻ നമുക്ക് മിനിമം വേണ്ടത് ഒരു പോയിന്റും അതിന്റെ ഡയറക്ഷനുമാണ്. അപ്പൊ ഇവിടെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഈ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ കണ്ടാൽ മതി. വെക്ടർ കാണാൻ x2 minus x1 into y plus y2 minus y1 into j plus z2 minus z1 into k. ഇപ്പൊ രണ്ട് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് മൈനസ് ചെയ്താൽ 2 minus -3, so 5i ആണ് ആദ്യത്തെ വരിക. Then -1 -3, so -4 is the second one, -4j, and 4 minus 2, so 2k is the third. അങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് നോക്കിയാൽ ആദ്യം നമുക്ക് വേണ്ടത് ഫസ്റ്റ് പാർട്ട്. പാരാമെട്രിക് ഇക്വേഷൻ x is equal to x0 plus at, y is equal to y0 plus bt, and z is equal to z0 plus ct. So that is -3 plus 5t, that is x, and y is equal to 3 minus 40, z is equal to 2 plus 2t. ഇതിൽ t യുടെ വാല്യൂ
ലൈൻ ആകുമ്പോൾ t can take any value. t യുടെ വാല്യൂ 0 to 1 ആണ് വേരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ലൈൻ സെഗ്മെന്റ് PQ എന്നുള്ളത് കിട്ടും. And the symmetry equation x minus x naught by a is equal to y minus y naught by b is equal to z minus z naught by c എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും x minus 3, so x plus 3 by 5 is equal to y minus 3 by minus 4 is equal to z minus 2 by 2. This is symmetric equation. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് കടന്നാൽ സെക്കൻഡ് പാർട്ടിൽ വേണ്ടത് ഇത് XY പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, 3 ഡയമെൻഷൻ ആണ്. XY പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ z is equal to 0 എന്നെടുക്കാം. z is equal to 0 എന്നെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ XY പ്ലെയിനിലെ എല്ലാ പോയിന്റ്സും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്ന ആ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ XY പ്ലെയിൻ അത് ഏതോ ഒരു ടിക്ക് ആയിരിക്കും. സോ z is equal to നമ്മൾ ആ പാരാമെട്രിക് ഫോമിൽ ഏതോ ഒരു ടിക്ക് ആയിരിക്കും ഈ പറഞ്ഞ പോയിന്റ് XY പ്ലെയിനിൽ മീറ്റ് ചെയ്യുക. അപ്പോൾ ആ ടിയുടെ വാല്യൂ കാണാൻ വേണ്ടി z-ന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 plus 2t is equal to 0 എന്ന് കിട്ടും. So t is equal to -1. അതിനർത്ഥം t is equal to -1 ആവുമ്പോഴാണ് ഈ ലൈൻ XY പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്നത്. tക്ക് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ xന്റെ വാല്യൂ -8 എന്ന് വരും. yയുടെ വാല്യൂ 7 വരും. And z-ന്റെ വാല്യൂ 0. So this is the point on XY plane. Example number 3. Let the line L1 be the line with parametric equation and L2 be the line with parametric equation അതും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലൈൻസ് ആണ്. അപ്പോൾ ഇത് 3 ഡയമെൻഷൻ സ്പേസിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ വെറുതെ രണ്ട് ലൈൻസ് എടുക്കുകയാണ്. അപ്പോൾ രണ്ട് ലൈൻസ് ചിലപ്പോൾ അത് പാരലൽ ആവാം, ഇന്റർസെക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ഇതിന്റെ അകത്ത് അതിലെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഫസ്റ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ 1 2 2 ആണ് പോയിന്റ്. ആൻഡ് പാരലൽ വെക്ടർ ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോക്കിയാൽ മതി. സോ 2 -3 1 ആയിരിക്കും പാരലൽ വെക്ടറിന്റെ കോമ്പണൻസ് വരിക. രണ്ടാമത്തെ ലൈൻ L2 എടുത്തു കഴിഞ്ഞാൽ അതിലെ പോയിന്റ് പെർട്ടിക്കുലർ പോയിന്റ് ദാറ്റ് ഈസ് 3 1 -3 ആണ്. And parallel direction is given by the constants -4 and 4 4. അപ്പോൾ ആദ്യത്തെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ലൈൻസ് പാരലൽ ആണോ എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് A1 by A2 is equal to B1 by B2 equal to C1 by C2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ പാരലൽ ആയിരിക്കും. If L1 and L2 are parallel, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഇവിടെ A1 by A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിന്റെ കോമ്പണൻസ് ആണ്. അപ്പോൾ 2 by -4 ആണ്. അത് -1 by 2 വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ B1 by B2 ദാറ്റ് ഈസ് -3 by 4. മൂന്നാമത്തത് 1 by 4. ഈ മൂന്നെണ്ണവും ഈക്വൽ ആണെങ്കിൽ മാത്രമേ പാരലൽ ആവുള്ളൂ. ഇവിടെ തന്നെ ക്ലിയർ ആണ് ഈ മൂന്നെണ്ണവും എന്തല്ല, ഈക്വൽ അല്ല. സോ ദാറ്റ് മീൻസ് L1 is not parallel to L2. ഇക്വേഷൻ ലൈനിന്റെ ഇക്വേഷൻ തന്നിരുന്നത് 1 plus 2t, x ന്റെ വാല്യൂ 1 plus 2t, 2 minus 3t and 2 plus t എന്നാണ്. അപ്പോൾ ഇവിടെ ടിയുടെ ഓരോരോ വാല്യൂവിന് ഈ L1 എന്ന് പറയുന്ന ലൈനിൽ ഓരോരോ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഏതോ ഒരു ടിയുടെ പെർട്ടിക്കുലർ വാല്യൂവിനായിരിക്കും ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ തന്നത്
3 മൈനസ് 4t എന്ന്. അപ്പൊ t എന്നുള്ള രണ്ടിലും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത്തേന് ഒരു ലാംഡ എന്ന് എടുക്കുകയാണ്. സോ 3 മൈനസ് 4 ലാംഡ 1 പ്ലസ് 4 ലാംഡ ആൻഡ് മൈനസ് 3 പ്ലസ് 4 ലാംഡ. ലാംഡയുടെ ഓരോരോ വാല്യൂസിന് L2 എന്ന് പറയുന്ന ലൈനിലെ ഓരോരോ പോയിന്റ്സ് ഉണ്ട്. പി ഏതോ ഒരു പെർട്ടിക്കുലർ ലാംഡയ്ക്ക് ആയിരിക്കും പി എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റില് ഇത് രണ്ടും സെയിം ആയിട്ട് വരണം. ഫോർ ദ പോയിന്റ് പി ഓഫ് ഇന്റർസെക്ഷൻ, ഇഫ് പി ഇസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ പെർട്ടിക്കുലർ പോയിന്റിന് ഇവർ രണ്ടും സെയിം ആയിട്ട് വരണം. ഇവർ രണ്ടും സെയിം ആയിട്ട് വരണം എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് സെയിം ആവണം. സോ 1 പ്ലസ് 2t is equal to 3 minus 4 lambda എന്ന് വരണം. അപ്പൊ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടും. 1 plus 2t is equal to 3 minus 4 lambda and 2 minus 3t is equal to 1 plus 4 lambda and 2 plus t is equal to minus 3 plus 4 lambda. ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസ് കിട്ടും. നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻസിനെ 1, 2, 3 എന്ന നമ്പറിങ് കൊടുക്കുകയാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയുടെയും ടിയുടെയും വാല്യൂ കിട്ടും. ആ ലാംഡയുടെയും ടിയുടെയും വാല്യൂ മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ the lines will intersect. ശരി, ആദ്യത്തെ ഇക്വേഷൻസിനെ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. രണ്ടിലും 4 ലാംഡ ഉള്ളതുകൊണ്ട് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2t minus 3t minus t is equal to 1 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് t equal to -1. ഇനി t equal to -1 എന്നുള്ളത് ആ രണ്ട് ഇക്വേഷൻസിൽ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ലാംഡയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഇനി ഈ വാല്യൂസ് മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 equal to 1, ലെഫ്റ്റ് സൈഡും 1 കിട്ടും, റൈറ്റ് സൈഡും 1 കിട്ടും. So the lines are intersecting. ഇനി ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാൻ ടിയുടെ വാല്യൂ -1 എന്നുള്ളത് ആദ്യത്തെ പാരാമീറ്റർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും -1, 5, 1. Example number 4. As the two planes fly each other, their flight paths are given by the straight lines. അപ്പോൾ രണ്ട് പ്ലെയിൻസ് സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ മൂവ് ചെയ്യാണ്. അതിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ ലൈൻസ് ആർ സ്ക്യൂ ലൈൻസ് ആൻഡ് ദെർഫോർ ദർ ഈസ് നോ ഡേഞ്ചർ ഫോർ പ്ലെയിൻസ് കൊളൈഡിങ്. അപ്പോൾ ലൈൻസ് സ്ക്യൂ ലൈൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ പ്ലെയിൻസ് കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ആദ്യം നമുക്ക് ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പാത്തുകളുടെ ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൽ പാരാമീറ്റേഴ്സ് ആദ്യത്തത് ടിയും രണ്ടാമത്തത് ഞാൻ ടീനെ മാറ്റി ലാംഡ എന്നാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ -1, -3, 1 ആണ് ആദ്യത്തത്, രണ്ടാമത്തത് 2, 3, 4 ആണ്. ക്ലിയർലി റേഷ്യോസ് ഈക്വൽ അല്ല. സോ ലൈൻസ് ആർ നോട്ട് പാരലൽ. L1ഉം L2ഉം പാരലൽ അല്ല. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇൻ്റർസെക്റ്റിംഗ് ആണോ എന്നാണ്. ഇൻ്റർസെക്റ്റിംഗ് അല്ല എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോഴേ സ്ക്യൂ ലൈൻസ് ആവുള്ളൂ. ഇനി അഥവാ ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ ഇത് ആർ ഇൻ്റർസെക്റ്റിംഗ്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അതിൽ ആദ്യത്തേത് 1 minus t is equal to 2 minus 2 lambda. രണ്ടാമത്തെ -2 minus 3t is equal to -4 plus 3 lambda. മൂന്നാമത്തത് 4 plus t is equal to 1 plus 4 lambda. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഇവിടെ ചെയ്യാൻ എളുപ്പം 1ഉം 3ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് 1ഉം 3ഉം കൂടെ സോൾവ് ചെയ്തെടുത്താൽ
ലാംഡയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ 1, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ 1 എന്നുള്ളത് നേരത്തെ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച 2 ഇക്വേഷൻ, അതായത് 1ഉം 3ഉം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതിലെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ തീരെ ഉപയോഗിക്കാതിരുന്ന മൂന്നാമത്തെ ഇക്വേഷൻ 2 ആണ്. ലാംഡ 1 എന്നുള്ളതും ടി 1 എന്നുള്ളതും സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ദേ ആർ ഇൻ്റർസെക്റ്റിംഗ്, ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് സ്ക്യൂ ലൈൻസ് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നത് -2 -3 = -4 + 3 എന്ന് വന്നു. ദാറ്റ് ഈസ് -5 = -1. അത് ശരിയല്ല. അതിൻ്റെ അർത്ഥം ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ദ ലൈൻസ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലെയിൻസിൻ്റെ കേസാണ്. പ്ലെയിൻസ് രണ്ട് ലൈൻസിൻ്റെ പാത്തിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് ആർ സ്ക്യൂ ലൈൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻസ് മീറ്റ് ചെയ്യില്ല, കൊളൈഡ് ചെയ്യില്ല. ഇനി ഇതുവരെ ചെയ്ത പ്രോബ്ലംസ്, അതായത് എക്സാമ്പിൾസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് വരുന്നു. ഡിറ്റർമൈൻ വെദർ ദ ലൈൻസ് L1 and L2 are parallel, skew or intersecting. If they intersect, find their point of intersection. അങ്ങനെ ആ ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് വരുന്നു. അതിൽ മൂന്നാമത്തത് കാർട്ടീഷ്യൻ അല്ലെങ്കിൽ സിമെട്രിക് ഫോമിലാണ് ഇക്വേഷൻസ്. അപ്പോൾ അതിനെ ആദ്യം പാരാമെട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത്തത് ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണാൻ നമുക്ക് ആ ഡയറക്ഷൻ മാത്രം മതി, ഡയറക്ഷൻ റേഷ്യോസ് മാത്രം മതി. ഇപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ -3 to 4 ആണ് ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ 2 4 z = 3 ആണ്. അതിൻ്റെ അർത്ഥം z-3/0 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ 2 4 0 ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരിക. ആംഗിൾ കാണാൻ cos θ = ഡോട്ട് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് എന്നുള്ള റിലേഷൻ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ cos θ = a1 a2 + b1 b2 + c1 c2 ഡിവൈഡഡ് ബൈ √of a1² + b1² + c1² ഇൻറ്റു √of a2² + b2² + c2². അപ്പോൾ അങ്ങനെ വരുമ്പോൾ cos θ = 0 വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. അല്ലാത്ത കേസിൽ θ = മിക്കവാറും cos ഇൻവേഴ്സ് ഓഫ് ആൻ ആംഗിൾ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇതിൽ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലും ലാസ്റ്റ് z = 4 എന്നുണ്ട്. z = 4 എന്നുള്ള കേസിൽ z = 4 എന്ന് പറയുന്ന 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് ആ ലൈൻ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുന്ന സമയത്ത് z-4/0 എന്നെടുക്കാം. സോ 6 to 6 -2 0 ആയിരിക്കും ആ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. സോ 3 ഡയമെൻഷനിലെ ലൈൻസുമായി കണക്ഷനായി ഇത്രമാത്രം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക. അടുത്ത സെക്ഷൻ പ്ലെയിൻസ് നെക്സ്റ്റ് വീഡിയോയിൽ.